സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പ്രസവാവധി സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളാണെന്നും മൂന്നാമത്തെ കുഞ്ഞിന്റെ ജനനത്തിന് പോലും ഇത് നിഷേധിക്കാനാകില്ല എന്നും സുപ്രീം കോടതി. രണ്ടാം വിവാഹത്തിൽ നിന്നുള്ള കുഞ്ഞിന്റെ ജനനത്തിന് പ്രസവാവധി നിഷേധിച്ച തമിഴ്നാട് സർക്കാർ അധ്യാപികയുടെ ഹർജിയിലാണ് കോടതിയുടെ സുപ്രധാന വിധി. മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് തള്ളിയ സുപ്രീം കോടതി പ്രസവാവധി ജീവിക്കാനുള്ള അവകാശത്തിൻ്റെയും പ്രത്യുൽപാദന അവകാശങ്ങളുടെയും ഭാഗമാണെന്ന് വ്യക്തമാക്കി. ആദ്യ വിവാഹത്തിൽ 2 കുട്ടികളുണ്ടെന്ന കാരണത്താൽ തമിഴ്നാട്ടിലെ ഒരു വനിതാ അധ്യാപികയ്ക്ക് മൂന്നാമത്തെ കുഞ്ഞിന്റെ ജനനത്തിന് പ്രസവാവധി നിഷേധിക്കപ്പെട്ടിരുന്നു. എന്നാൽ ആദ്യ വിവാഹത്തിൽ നിന്നുള്ള കുട്ടികൾ മുൻ ഇണയോടൊപ്പം താമസിക്കുന്നതിനാൽ പ്രസവാനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും രണ്ടാം വിവാഹത്തിന് ശേഷമാണ് താൻ സർക്കാർ സർവീസിൽ പ്രവേശിച്ചതെന്നും ഹർജിക്കാരി വാദിച്ചു. ഇത് പരിഗണിച്ച കോടതി തമിഴ്നാടിന്റെ നിയമം മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് കണ്ടെത്തി. ജസ്റ്റിസുമാരായ അഭയ സോഗ, ഉജ്ജൽ പുയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് പ്രസവാവധി സാമൂഹ്യനീതിയുടെ മാത്രം വിഷയമല്ല, മറിച്ച് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള അവകാശമാണെന്ന് വ്യക്തമാക്കി. ഗർഭധാരണം ഒരു സ്ത്രീയുടെ ശാരീരികവും മാനസികവും ആരോഗ്യത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. പ്രസവാവധി സ്ത്രീകൾക്ക് ശക്തി വീണ്ടെടുക്കാനും കുഞ്ഞിനെ വളർത്താനും തൊഴിൽ വൈദഗ്ധ്യം നിലനിർത്താനും സഹായിക്കുന്നു, കോടതി വിധിന്യായത്തിൽ പറഞ്ഞു. 2017 സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രസവാവധി 12 ആഴ്ചയിൽ നിന്ന് 26 ആഴ്ചയായി ഉയർത്തിയിരുന്നു. ദത്തെടുക്കുന്ന സ്ത്രീകൾക്ക് 12 ആഴ്ച വരെ അവധി ലഭിക്കുമെന്നും നിയമം വ്യക്തമാക്കുന്നു. സ്ത്രീകൾ തൊഴിൽ സേനയുടെ അവിഭാജ്യ ഘടകമാണ്. അവർക്ക് അന്തസ്സോടും ബഹുമാനത്തോടും കൂടി ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്, കോടതി ഊന്നി പറഞ്ഞു. തമിഴ്നാടിന്റെ 2 കുട്ടികൾക്ക് മാത്രം പ്രസവാനുകൂല്യം എന്ന നയം ജനസംഖ്യാ നിയന്ത്രണത്തിന് സഹായകമാണെന്ന വാദത്തെ കോടതി തള്ളി. പ്രത്യുൽപാദന തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ഓരോ സ്ത്രീക്കുമുണ്ട്. ഇത് സംസ്ഥാനത്തിന്റെ അനാവശ്യ ഇടപെടൽ അനുവദിക്കാനാകില്ല, കോടതി വ്യക്തമാക്കി. ഈ വിധി രാജ്യത്തെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാണ്. ഇനി മുതൽ മൂന്നാമത്തെ കുഞ്ഞിന്റെ ജനനത്തിന് പോലും പൂർണ്ണ പ്രസവാവധി ലഭിക്കും. സ്ത്രീകളുടെ പ്രത്യുൽപാദന അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടിയുള്ള ഈ തീരുമാനം ദശലക്ഷക്കണക്കിന് വനിതാ ജീവനക്കാർക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ.